രവിയേട്ടാ. ആ എന്താ ഹർഷേ? ഞാനിവിടെ ഇല്ലാത്തപ്പോ രവിയേട്ടൻ എന്തിനാ കുഞ്ഞമ്മയെ പുറത്തേക്ക് വിടുന്നേ? ഇവിടുത്തെ ജോലി മുഴുവൻ ബാക്കി വെച്ചിട്ട് അവര് പോയിരിക്കുന്നേ. കുഞ്ഞമ്മയ്ക്ക് ഒരിടം വരെ പോണോന്ന് എന്നോട് ഇന്നലെ പറഞ്ഞതാ. അല്ല, നീ ഇന്ന് രാവിലെ പോയത് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. പറഞ്ഞായിരുന്നോ? രവിയേട്ടാ, നമ്മുടെ ആവശ്യത്തിന് അവരിവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നേ, അല്ലാതെ അവരുടെ സൗകര്യത്തിന് പോവാനും വരാനും അല്ല. ഹർഷേ, അവർക്കും അവരുടേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മോനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതുകൊണ്ടാ അവര് പോയത്. മോനെ നോക്കൽ മാത്രമല്ലല്ലോ ഇവിടുത്തെ ജോലിയോ. എനിക്കിവിടുത്തെ അടുക്കള ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട, നീ കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ മോന്റെ കാര്യം നോക്കാൻ നീ മുഴുവൻ സമയം ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. മനസ്സിലായോ? രവിയേട്ടാ, അപ്പോ കുഞ്ഞമ്മയെ നിങ്ങൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചോ? ആ, അവരോട് ഞാൻ വേറെ ജോലിക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു സെർവന്റിനെ വെക്കാനുള്ള സാമ്പത്തിക അവസ്ഥയിലൊന്നും അല്ല നമ്മള്. ഏതായാലും നിന്റെ അസുഖമൊക്കെ ഭേദമായല്ലോ, മോനും കുറച്ച് വളർന്നു. ഇനി കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓ, ഞാൻ സുശീലാന്റിയുടെ കൂടെ പോയത് രവിയേട്ടന് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇല്ല, എനിക്ക് ആദ്യമേ ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. ഒന്നാമത് ആ സ്ത്രീ ആർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യില്ല, ദ്രോഹം മാത്രമേ ചെയ്യൂ. അങ്ങനെ ഒരാളുടെ കൂടെ നടന്നിട്ട് നിനക്കും ഈ കുടുംബത്തിന് എന്ത് നേട്ടോ ഹർഷേ? അതെ, സുശീലാന്റിയെ കൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷം ഒരു ഭാഗം തളർന്നു പോയ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതേ നിങ്ങൾ ഈ പറഞ്ഞ സുശീലാന്റിയെ. അതൊക്കെ നിന്റെ വെറും അന്ധവിശ്വാസങ്ങളാ. നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് ഹർഷേ. അല്ലാതെ ആ സുശീലാന്റിക്ക് എവിടെയോ കിടക്കുന്ന സ്വാമി ജപിച്ചു കൊടുത്ത ലേഹ്യവും ഭസ്മവും ഒന്നും കഴിച്ചിട്ടല്ല. അങ്ങനെ വിശ്വസിക്കുന്ന നീ ഏതെങ്കിലും മൂഢസ്വർഗത്തിലാണെന്ന് ഞാൻ പറയും. കുഞ്ഞേറിയെന്ന് കേട്ടില്ലേ? ഇവിടെ നിർത്തിയാ മതി. വാ, എത്രയേട്ടാ? 100. വാ വെച്ചോട്ടാ. മോളെ അനു, കുഞ്ഞമ്മ വാ വെച്ചോട്ടാ. ഭാഗ്യം മോളെ ഇവിടെ വെച്ച് കണ്ടല്ലോ. കുഞ്ഞമ്മ എന്തേ ഓടി അണിച്ചിങ്ങനെ വരുന്നേ? വാ, അകത്തേക്ക് വാ. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നിൽക്ക. ഞാൻ മോളെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? മോളിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ഞാൻ എല്ലാം പറയാം. മോൾ ഇതൊന്നും നോക്കി, ഇതൊന്നും നല്ലോണം നോക്കി നോക്ക്. ഇതയാളല്ലേന്ന് എനിക്കൊരു സംശയം. സുശീലയുടെ ഭർത്താവേ, ഇന്ദ്രന്റെ സത്യന്റെയൊക്കെ അച്ഛൻ ശേഖരൻ. കുഞ്ഞമ്മേ,
ഇയാളെ തന്നെ ഞങ്ങള് ടൂർ പോയ സ്ഥലത്ത് വെച്ച് കണ്ടത്. അവിടെ വെച്ച് ഇയാളെ കണ്ടപ്പോ അമ്മ കാണിച്ച വെപ്രാളം ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചതാ.